ഹലോ, RG വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ 4 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്, പച്ചരി. നിങ്ങൾക്ക് ഏത് പച്ചരി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പച്ചരി 3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകാം. ചില പച്ചരിക്ക് ഭയങ്കര പശയുണ്ടാകും. അപ്പോൾ നമ്മളിങ്ങനെ കഴുകുമ്പോൾ ഇങ്ങനെ ഭയങ്കര പാല് പോലത്തെ കളറ് വരും വെള്ളത്തിന്. അങ്ങനത്തെ പച്ചരി ആണെങ്കിൽ ഒരു 5-6 പ്രാവശ്യം കഴുകണേ. വെള്ളം ക്ലിയർ ആകുന്നത് വരെ കഴുകണം. ഇപ്പോൾ ഈ പച്ചരി വലിയ കുഴപ്പമില്ലാത്തത് കൊണ്ട് ഞാനൊരു 3 പ്രാവശ്യമാണ് കഴുകുന്നത്. ഞാനിവിടെ ഈ അരി കുതിർത്താൻ വെക്കുന്നത് ഒരു 4 മണിക്കൂറാണ് കേട്ടോ. 4 മണിക്കൂർ വരെ കുതിർത്താൽ മതി. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഈ പച്ചരി അരച്ചെടുക്കാം. ഞാൻ ഈ 4 കപ്പ് പച്ചരിക്ക് 1 കപ്പ് തേങ്ങയാണ് ഉപയോഗിക്കുന്നത്, തേങ്ങയുടെ പാല്. അപ്പോൾ ഈ പച്ചരിയും തേങ്ങാപ്പാലും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. 2 ബാച്ചായിട്ടാണ് ഞാനിവിടെ അരച്ചെടുക്കുന്നത്. ഇനി ഈ അരച്ച മാവിൽ നിന്ന് 2 തവി മാവും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് കുറുക്കിയെടുക്കാം. ചില സ്ഥലങ്ങളിൽ തരി കാച്ചിയത് എന്നാണ് പറയുന്നത്. വളരെ സ്ലോവിൽ വേണം നമ്മൾ ഈ തരി കാച്ചാൻ. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് അവൽ എടുക്കാം. അവലൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് കഴുകണം, വെള്ളത്തിൽ കഴുകി ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. പിന്നെ ഇപ്പോൾ നമ്മൾ കുറുക്കി വെച്ച നമ്മുടെ മാവ് ഇവിടെ റെഡിയായി തണുത്ത് വന്നിട്ടുണ്ട്. നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ അരക്കാവൂ. ഇതും നമുക്ക് അവലും കൂടി മിക്സിയിലിട്ട് മിക്സിയിലേക്ക് പാലും ചേർത്ത് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്കൊരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടാവുന്നതാണ്. കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂണാണ് ഉപയോഗിച്ചേക്കുന്നത്. 1/2 ടീസ്പൂൺ കല്ലുപ്പും ചേർത്ത് നമുക്ക് അടിക്കാം. എപ്പോഴും നിങ്ങൾ മാവ് അരച്ച് വെക്കുമ്പോൾ വലിയ പാത്രത്തിൽ വെക്കാൻ ശ്രമിക്കണേ, അല്ലെങ്കിൽ മാവ് പൊന്തി പോവാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 9 മണിക്കൂർ വരെ പൊങ്ങാൻ വെക്കാം. ഇത് എൻ്റെ മാവ് ഇവിടെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പതുക്കെ ഇളക്കിയാൽ മതി കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചേർക്കാവുന്നതാണ്. ഇങ്ങനെ ഇളക്കി 1 മണിക്കൂറും കൂടി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് അപ്പം ചുടാവുന്നതാണ്. ഇനി നമുക്ക് അപ്പം ചുടാം. ചട്ടി ഇപ്പം ഞാൻ ചെറിയ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കൊരു തവി മാവ് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് പതുക്കെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൽ ഹോൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പത്തിൽ എന്തോരം ഹോൾ വരുന്നോ അത്രയും സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ അപ്പം. കണ്ടോ, ഹോളുകൾ പതുക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം വരണം കേട്ടോ. അതിന് ശേഷം നമുക്കൊന്ന് നോക്കി, ഹോളുകൾ കൂടി വരുന്നുണ്ട്. നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ തീയൊന്ന് ചെറുതായിട്ട് കൂട്ടി കൊടുക്കാം. ഇപ്പോൾ ഇതേ നമ്മുടെ ഒരപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി നമുക്ക് ഉണ്ടാക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതേപോലത്തെ ചെറിയ റെസിപ്പിയുമായിട്ട് ഞാൻ എല്ലാ ദിവസവും വരുന്നതാണ്. ഇപ്പം നോക്കിയേ, ഹോൾസ് വരുന്നത് കണ്ടോ അപ്പത്തിൽ. ഹോൾസ് വന്നതിന് ശേഷം മാത്രമേ മൂടി വെക്കാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ രുചികരമായ അപ്പം റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.